അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, വമിൻ അലാമത്തിൽ ഇഖ്ലാസിൽ ആലിമി ഫി ഇൽമിഹി. ഒരു പണ്ഡിതൻ അവൻ്റെ ഇൽമിൽ ഇഖ്ലാസ് ഉണ്ട് എന്നതിൻ്റെ അടയാളം. ഇത് കേവലം പണ്ഡിതന്മാർക്ക് മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഇഖ്ലാസ് ഉണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് പറഞ്ഞാൽ, അന്നഹു ലൗ ലഹറ മൻ ഹുവ അഹ്സനു മിൻഹു വഅള. ഒരാൾ അവനേക്കാൾ മുന്നിലുള്ളവനെ, അവനേക്കാൾ നല്ല വിവരമുള്ളവനെ, അവനേക്കാൾ നല്ല കഴിവുള്ളവനെ ഒരാളിങ്ങനെ കാണുകയാണ്. അവനെ എല്ലാവരും ആദരിക്കുന്നു, എന്നെക്കാൾ എല്ലാവരും പരിഗണിക്കുന്നത് അവനെയാണ്. അവൻ്റെ വാദുകൾ, അവൻ്റെ നസീഹത്തുകൾ, അവൻ്റെ ഉപദേശങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നെക്കാൾ കൂടുതൽ ആൾക്കാർ അവൻ്റെ പിന്നിലാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ എൻ്റെ കൽബ് എങ്ങനെയായിരിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൽബിൽ എന്തായിരിക്കും ചിന്ത? നമ്മൾ തീർച്ചയായും അവനോട് എങ്ങനെങ്കിലും ഒരു ഹസദിൻ്റെ ചിന്ത നമ്മളെ കൽബിൽ വന്നുപോകും. അതെന്തേ? അവരെ മാത്രം ആൾക്കാർ പരിഗണിക്കുന്നത്? അവനെ പോലെ എനിക്കും ഇൽമില്ലേ, എനിക്കും അധികാരമില്ലേ, എനിക്കും സ്ഥാനമില്ലേ, എൻ്റെ അവനിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് കണ്ടെത്തി അതിനെ എങ്ങനെങ്കിലും പ്രചരിപ്പിക്കാൻ നോക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. അതല്ല ഇഖ്ലാസിൻ്റെ സ്വഭാവം. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇഖ്ലാസുള്ളവൻ്റെ അടയാളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടാൽ ആ സമയത്ത് ഫറിഹ ബിഹി, ഇവൻ സന്തോഷിക്കുന്നവനാകും. ഇവനിക്ക് വല്ലാത്ത സന്തോഷമാണ്. എൻ്റെ കൂട്ടുകാരന് നല്ല ഇൽമു കിട്ടിയല്ലോ, എൻ്റെ കൂട്ടുകാരന് എന്നെക്കാൾ അവൻ ഉയർന്നല്ലോ, അവനിക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടിയല്ലോ, എന്നെക്കാൾ നല്ല കബൂലിയത്ത് അവന് കിട്ടിയല്ലോ എന്നതിൽ ഇവനിക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ, അവൻ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ കൽബിൽ അങ്ങനെ ഒരു സന്തോഷമുണ്ടെങ്കിൽ അവന് ഇഖ്ലാസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വലം യഹ്സുദുഹു, അവൻ ഹസദ് കാണിക്കുകയില്ല. അതുപോലെ ആകണമെന്ന് കൊതിക്കുന്നതിന് തെറ്റല്ല, അവനോടുള്ള ഹസദ് കാണിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ഇഖ്ലാസിൻ്റെ അടയാളമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇഖ്ലാസിന്റെ മറ്റൊരടയാളം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്നഹു ലൗ ഹദറൽ അഖാബിറ മജ്ലിസഹു ലം യതഗയ്യർ കലാമഹു. ഒരാൾക്ക് അല്ലാഹു കുറച്ച് തൗഫീഖുകളൊക്കെ നൽകി, അവൻ്റെ സംസാരങ്ങൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, അവൻ്റെ പ്രസംഗങ്ങൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, അവന് ചില ആൾക്കാർ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ആ സമയത്ത് അവരുടെ തൃപ്തികളാണോ അവൻ ഇഷ്ടപ്പെടുന്നത്? അല്ല, അല്ലാഹുവിൻ്റെ തൃപ്തികളാണോ, അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ് അവൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് അവിടെയാണ്. ആദ്യമൊക്കെ നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, നല്ല നിയ്യത്തോടു കൂടി ആയിരിക്കും പല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേ സമയത്ത് രണ്ടാൾക്കാർ എന്നെ ആകർഷിക്കുന്നുണ്ട് എന്ന് അങ്ങനൊരു കാര്യം അവിടെ വന്നപ്പോൾ പിന്നീട് നമ്മുടെ ചിന്തകളൊക്കെ ഈ രണ്ടാൾക്കാർ ഇനി 4 ആൾക്കാരാകണം, ഈ 4 ആൾക്കാർ ഇനി 10 ആൾക്കാർ ആകണം, അവരാണ് എന്നെ ആകർഷിക്കേണ്ടത്, അവരാണ് എന്നെ തൃപ്തിപ്പെടേണ്ടത്, അവരാണ് എന്നെ പൊരുത്തപ്പെടേണ്ടത്, അവരാണ് എന്നെ ഇഷ്ടപ്പെടേണ്ടതെന്ന് ചിന്തിക്കുന്നവൻ ഒരിക്കലും ഇഖ്ലാസുള്ളവനാവുകയില്ല. ഇഖ്ലാസുള്ളവൻ അവൻ്റെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ സദസ്സിലോ എത്രയോ ആൾക്കാർ, എത്രയോ വലിയ ആൾക്കാർ ആര് വന്നാലും അവന് യാതൊരു മാറ്റമില്ല. അവനേതു സമയത്തും അവൻ്റെ ചിന്ത അള്ളാഹു പൊരുത്തപ്പെടണം. ഒരാളാണെങ്കിലും 100 ആളാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ട് കിട്ടണമെന്നുള്ള വലിയ ചിന്ത ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഇഖ്ലാസിൻ്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടെങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പല ഇബാദത്തുകളൊക്കെ നമ്മളിൽ ഉണ്ട്, പക്ഷെ അതെല്ലാം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ചിന്തിക്കലോടുകൂടെ നമ്മുടെ ഇബാദത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്.
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചിന്തകൾ നാം മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.